പൊളിറ്റിക്കൽ റിവ്യൂയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത് കേരളത്തിലെ ഭരണകക്ഷി ആയ CPM-ഉം അതുപോലെ തന്നെ LDF-ൽ ഉണ്ടായിരിക്കുന്ന അപജയവും ഈ പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണത യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ അതിനേക്കാൾ പരിതാപകരമായ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ ദുർബലമായ ഈ സംഘടനാ സെറ്റപ്പ് കൊണ്ട് കേരളത്തിൽ ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ താങ്കളുടെ അഭിപ്രായം ശരിയാണ്. കോൺഗ്രസിൻ്റെ ദുർബലമായ സംഘടനാ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ വരേണ്ടത് ഈ സംഘടനാ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും. കോൺഗ്രസിൻ്റെ സംഘടനാ സെറ്റപ്പ് ഒരുപക്ഷെ മലബാറിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നടന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ കുറവായിട്ടാണ് കോൺഗ്രസിന് നടന്നിരുന്നത്, കേരളത്തിലെങ്കിലും പ്രത്യേകിച്ചും. പക്ഷെ മറിച്ച് വിമോചന സമരം കോൺഗ്രസ്സിന് ഒരു സാമൂഹ്യ അടിത്തറ ഉണ്ടാക്കി കൊടുത്തു. നായർ, ക്രിസ്ത്യൻ, മുസ്ലിം, അതിന് എഗൻസ്റ്റ് അല്ലെങ്കിൽ വേഴ്സസ് ഈഴവ. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം, കോൺഗ്രസ്സുകാരുടെ മുദ്രാവാക്യം, അത് ആ മുദ്രാവാക്യത്തിലെല്ലാം ഉണ്ട്. കേരള കൗമുദി സുകുമാര വേലകളൊന്നും മറക്കണ്ട. അന്ന് ഇടതുപക്ഷത്തെ അല്ലെ EMS-നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഏക മാധ്യമം കേരള കൗമുദിയാണ്. അത് ഈഴവ ഡൊമിനേഷൻ ഉള്ളതുമാണ്. അതുകൊണ്ടാണ് ആ മുദ്രാവാക്യം അങ്ങനെ വന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഈഴവ താല്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സമൂഹങ്ങളെല്ലാം സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ അണികളിലെത്തി. മുസ്ലിം ലീഗ് മാത്രം ഇടയ്ക്കൊന്നും മാറി 67 ഇവരുടെ കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് മുസ്ലിം ലീഗും ഇപ്പുറത്ത് വന്ന് ഉറച്ചു നിൽക്കുകയാണ്. കാരണം 2 മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. അതിനെയാണ് നമ്മൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, അത് ചെറിയ ചെറിയ കക്ഷികൾ പോകുന്നതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ പ്രസക്തി ഇപ്പോൾ 65-ലും 67-ലും ഇങ്ങനെ ഏറ്റവും ദുർബലമായ കാലഘട്ടത്തിൽ പോലും ഒരു 35% 40% വോട്ട് നിലനിർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്, തോറ്റപ്പോൾ പോലും. അപ്പോൾ കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ ഇത് സാധിച്ചു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് രൂപപ്പെട്ടു പോയിട്ടും കോൺഗ്രസിൻ്റെ അപ്പോൾ ഈ അടിസ്ഥാന ശക്തി റിമെയിൻസ് ദ സെയിം. ഈ മുമ്പ് നമ്മൾ പറഞ്ഞ വിമോചന സമരകാലത്ത് ഉണ്ടാക്കി കൊടുത്ത അടിസ്ഥാന ശക്തി മന്നവും PT ചാക്കോയും ഒക്കെ കേരള കോൺഗ്രസിൽ പോയിട്ടും കാര്യമായി കോൺഗ്രസിനെ വിട്ടുപോയില്ല. അതാണ് കോൺഗ്രസിൻ്റെ ബലം. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആവശ്യം അവിടെ കോൺഗ്രസിന് താരതമ്യേന വരില്ല. കോൺഗ്രസിന് വേണ്ടി സമുദായ സംഘടനകളുടെ പക്ഷവും പിന്നെ മനോരമ തുടങ്ങിയ മാധ്യമങ്ങളുമാണ് കോൺഗ്രസിന് വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത്. നമ്മളിൽ നോക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം കേരള കൗമുദി മാത്രമാണ് ഒരു കാലത്ത് CPM-ൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ EMS-ൻ്റെ നയങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു ഇപ്പോൾ ഗൗരിയമ്മേനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോടുകൂടി കേരള കൗമുദിയും യഥാർത്ഥത്തിൽ ഒരു CPM-നുള്ള പിന്തുണ പിൻവലിക്കുന്നത് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈഴവർ ശരിക്കും സംഘടിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു പോയിന്റിലേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടത്. കാരണം ഒരു സംഘടിത ശക്തി തന്നെയാണെങ്കിൽ പോലും ഈഴവർ എക്കാലത്തും CPM-ന് വലിയ പിന്തുണ നൽകുകയും അവർക്കൊപ്പം അടിയുറച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കുകയും ചെയ്തതാണ്. ആ സെറ്റപ്പൊക്കെ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ CPM-ൻ്റെ അടിത്തറ തന്നെ തകരുന്ന രീതിയിൽ അവരുടെ ഒപ്പം എല്ലാ കാലത്തും കൂടെ നിന്നിരുന്ന ഈഴവ വിഭാഗം ബ്ലോക്കായി മാറി നിൽക്കുന്നൊരവസ്ഥയുള്ളത്. ഇതിനെങ്ങനെ തരണം ചെയ്യാൻ പറ്റും CPM-നും? ഇപ്പോൾ അതിന് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടെ മുസ്ലിം സമുദായം കഴിഞ്ഞാൽ ജാതീയമായി ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന വിഭാഗം ഈഴവരാണ്. അതറിയണമെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ 65 ഇവിടുത്തെ നിർണായക കഷ്ടം. കേരള കോൺഗ്രസ് ഉണ്ടായി, കത്തോലിക്ക് R. ശങ്കറെ പുറത്താക്കിയ ശേഷം, ഗൗരിയമ്മയുടെ കാര്യം പറയുന്നതിന് മുമ്പ് R. ശങ്കറിൻ്റെ കാര്യം പറയണം. R. ശങ്കറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ PT ചാക്കോയോ അല്ലെ ക്രൈസ്തവ ലോബി, നായർ ലോബി കാരണക്കാരായി എന്നുള്ളതിൻ്റെ ഒറ്റധാരണയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, 65-ലെ തെരഞ്ഞെടുപ്പിൽ ഒരുമാതിരി ഈഴവ ഭൂരിപക്ഷമുണ്ടായിരുന്ന തീരദേശ നിയോജക മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസ് ജയിക്കിയത്. ഇപ്പോൾ വൈക്കമൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ചേർത്തല ഉദാഹരണമാണ്. അപ്പോൾ ഈഴവർ അവരെ അവഗണിക്കുന്നു, അല്ലെ അവർക്കെതിരായി വേറൊരു ലോബി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവരുടെ മെയിൻ തട്ടകത്തിൽ തന്നെ, കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ തന്നെ ഈഴവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റി. ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ട് അത് നന്നായി അന്ന് മനസ്സിലാക്കിയ ഏക കോൺഗ്രസ് നേതാവ് കരുണാകരനായിരിക്കും. ഇവരെ നാളെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി. പിന്നെ ഗൗരിയമ്മയുടെ കാര്യം, ഗൗരിയമ്മയെ ഒരിക്കലും ഒരു ഈഴവ നേതാവായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. ഗൗരിയമ്മ അങ്ങനെ നിന്ന് കൊടുത്തിട്ടുമില്ല. പക്ഷേ അദ്ദേഹം ഗൗരിയമ്മ പുറത്താക്കപ്പെട്ടപ്പോഴാണ് അപ്പം നമ്മൾ ഗൗരിയമ്മ ഈഴവ സ്ത്രീ ആയതുകൊണ്ട് പുറത്താക്കി. അല്ല, ഗൗരിയമ്മയ്ക്ക് പറ്റിയ കുഴപ്പം
നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തി ഈഴവ വോട്ട് സമാഹരിക്കാൻ ജാതീയമായ ഒരു ചേരിതിരിവുണ്ടാക്കി ഈഴവ വോട്ട് സമാഹരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു. അപ്പോൾ ഗൗരിയമ്മ പോയപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈഴവ സ്പിരിറ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി. അതാ സംഭവിച്ചു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഈ EMS ഒക്കെ ഡബിൾ ഗെയിം ആയിരുന്നല്ലേ ഇതിൻ്റെയൊക്കെ പിറകിലുണ്ടായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഈഴവരെ കൂടെ നിർത്തുകയും അതേസമയം അധികാര സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ഡബിൾ ഗെയിം അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഈഴവ സമൂഹത്തിനെ മാർക്സിസ്റ്റ് പാർട്ടി നശിപ്പിച്ച അങ്ങനെയല്ല. നമ്മളതിനെ ആ രീതിയിലേക്ക് നമ്മൾ ചർച്ച പോവുകയാണെങ്കിൽ കേരളത്തിൽ ബൗദ്ധികമായും സാഹിത്യ രംഗത്തും സാംസ്കാരികമായും എല്ലാം നായരുടെ ഒപ്പം അല്ല അതിനേക്കാൾ മുമ്പിലും ഉണ്ടായിരുന്നൊരു സമൂഹമാണ് ഈഴവർ. പക്ഷെ ഈഴവനെ വെറും ചിത്തുകാരൻ്റെ പാർട്ടിയായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതിൽ EMS വിജയിച്ചു, അല്ലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു. അതിനേക്കാൾ അപ്പുറമായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കാറൽ മാർക്സിനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ SNDP ഓഫീസുകളെക്കാൾ പ്രാധാന്യം ചെത്തുതൊഴിലാളിയുടെ ഓഫീസിലും വന്നൊരു കാലഘട്ടമുണ്ട്. അങ്ങനെയാണ് പിണറായി വിജയനെ ഇതിൻ്റെ ചെത്തുകത്തികളെ വ്യക്തമായിട്ട് മാറ്റിയത്. അതിൽ CPM വിജയിച്ചു. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി, ഈഴവരുമായി ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റി. മറിച്ച് ഇപ്പം നായർ സമുദായം ഏറെക്കുറെ തുല്യമായ സമുദായം, പല കാര്യങ്ങളിലും നായർ സമുദായം. പക്ഷേ നായർ സമുദായത്തിനൊരു തൊഴിൽപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഒന്നിനോട് ചേർന്ന് നിന്നിട്ടില്ല. ഒരു നേതാവിൻ്റെ പുറകെ പോയിട്ടില്ല. കരുണാകരൻ ഹിന്ദുവായെന്ന കരുണാകരൻ്റെ കൂടെ നിന്നേക്കാമെന്ന് വിചാരിച്ചില്ല. പ്രധാനപ്പെട്ട ഒത്തിരി പേര് എതിര് പോയി. CPM അങ്ങനെയല്ല, ജാതീയമായ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ നോക്കിയതാണ് CPM ചെയ്തിട്ട്. പക്ഷേ നായർ സമുദായം ഒരു പാർട്ടിയുടെ പുറകെ പോയിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് എല്ലാ കാലത്തും ഒരു സവർണ ഒരു രാഷ്ട്രീയത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു NSSും എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അല്ല, അങ്ങനെയല്ലാതെ എങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റുന്നത്? അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന സൊസൈറ്റി ഒന്നാണ്. പക്ഷെ ഒരു പാർട്ടിയെ ഒരു നേതാവിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണ് EMSൻ്റെ പ്രേമങ്കോന്നും നായരൊക്കെ നായന്മാരുടെ വീടുകളിൽ കയറി വീടുകളിൽ കയറിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുവിതാംകൂറിൽ നായർ ഒത്തിരി തറവാടുകളിൽ സ്വാധീനമുണ്ടായി. അത് നായരുടെ പേര് പറഞ്ഞ് ശബരിമല കത്തിക്കാൻ ഇവർ വന്നു, അല്ലെ C കേശവൻ്റെ പ്രസംഗമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നായർ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഉണ്ടായത്. നോക്കുമ്പോൾ EMS കൊണ്ട് തലപ്പത്ത് നമ്പൂരി നായർക്ക് ഏറ്റവും സ്വീകാര്യമില്ലേ? അല്ല, പക്ഷേ നായന്മാർ അങ്ങനെ ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും നായർ സ്ഥാനാർത്ഥികളാണെങ്കിൽ അവർ സമദൂരം ഒക്കെ വെടിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തൊരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അതാണ് NSSൻ്റെ പ്രായോഗിക രാഷ്ട്രീയം. വെറുതെ ഒരു രാഷ്ട്രീയം പറയുന്നില്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ രക്ഷിക്കണം. അതിൻ്റെ വേസ്റ്റ് രൂപത്തിലേക്ക് വരുന്നത് താക്കോൽ സ്ഥാനം വേണമെന്ന് സുകുമാരൻ നായർ, NSSൻ്റെ സെക്രട്ടറി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പറയുമ്പോൾ അത് വേണ്ട, ആ സ്ഥാനം വേണ്ടെന്ന് വെക്കാനുള്ള ആത്മാർത്ഥത രമേശ് ചെന്നിത്തല കാണിച്ചില്ല എന്ന് മാത്രമല്ല അത് ഉപയോഗപ്പെടുത്താൻ നോക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിടെ പുറത്താക്കപ്പെട്ടത് ഒരു നായരാണ്. തിരുവനന്തപുരം പുറത്താക്കപ്പെട്ടത്. അല്ല, അതൊക്കെ തന്നെയല്ലേ പിന്നീട് ഈ യഥാർത്ഥത്തിൽ ഭരണത്തിൽ നിന്നൊക്കെ പോകേണ്ടി വന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 8 വർഷം തുടർച്ചയായി അല്ലെങ്കിൽ ഒരു സർക്കാരിന് തന്നെ തുടർച്ചയുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ചില ആളുകളുടെ ചില ഇടുങ്ങിയ മനോഭാവവും ഇത്തരത്തിലുള്ള ഈ ജാതി രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതൊക്കെ അല്ലേ? ജാതി രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് പരിപാടികളിൽ നമ്മൾ കാണിക്കുന്ന വഞ്ചന. ഇപ്പം ഇവിടെ സ്വാശ്രയ കോളേജ് പ്രഖ്യാപിക്കുമ്പോൾ AK ആന്റണി മുഖ്യമന്ത്രി, AK ആന്റണി അതിന് അപ്രൂവൽ കൊടുക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്, 2 സ്വകാര്യ കോളേജ് ഈക്വൽ ഒരു സർക്കാർ കോളേജ്, ഇന്ന് തുല്യമായ സർക്കാർ കോളേജ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ വഞ്ചനയായിരുന്നു. ഒരിക്കലും ഫീസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വേറെ കൂടുതൽ പിള്ളേരെ ചേർക്കാനോ മാനേജ്മെൻറ്റ് ആകില്ല എന്നുള്ള വിവരം ആന്റണിക്കറിയായിരുന്നു, മാണിക്കറിയായിരുന്നു, ഉമ്മൻചാണ്ടിക്കറിയായിരുന്നു, ലീഗിനും അറിയായിരുന്നു. അപ്പം ആ അവസരം ഇത് പറഞ്ഞ് എങ്ങനെയാണോ കോൺഗ്രസ് ഇവിടെ രണ്ടാമതും ചെറുപ്പക്കാരുടെ ശക്തമായത്, ആ പരിപാടിയെ മുഴുവൻ ഒറ്റയടിക്ക് വഞ്ചിക്കരുത്. ഈ ഒറ്റ കാര്യം കൊണ്ട് സ്വാശ്രയ കോളേജുകൾക്ക് ഇങ്ങനൊരു അനുവാദം കൊടുക്കും. അതും ആദർശത്തിൻ്റെ ആൾരൂപം എന്ന് പറയുന്നത് ആന്റണിയാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത്. ആന്റണിക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാൻ ഉണ്ടായിരുന്നത് നടത്തിയാൽ ഉമ്മൻചാണ്ടിയുടെ പിടലേക്ക് വെച്ചു, അല്ലെങ്കിൽ കരുണാകരൻ്റെ പിടലേക്ക് വെച്ചു. സംഭവിച്ചതിന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സ്വാശ്രയ ബില്ല്. ഇപ്പം എല്ലാം എനിക്ക് ഉദാഹരണം, എൻ്റെ മോള് അത് അടുത്ത വർഷം അതിലും പോയി. മെറിറ്റ് കിട്ടിയിട്ട് പോലും ഏറെക്കുറെ സ്വകാര്യ കോളേജിൽ തുല്യമായ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വന്ന ആളാണ്. അത് വന്നത് എന്തുകൊണ്ട്? മറിച്ച്
KSUവിൻ്റെ സമരങ്ങളും മുദ്രാവാക്യങ്ങളും മാത്രം ഓർത്ത് നോക്കിയാൽ മതി. ഇതെല്ലാം നേടിയെടുത്ത KSU. അത് അടുത്ത ഘട്ടത്തിൽ പറയാം. അല്ല, ഞാൻ ഇത് കേസ് ഇപ്പം ഈ വിദ്യാർത്ഥി സംഘടനകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഉള്ള പല നേതാക്കന്മാരും അല്ലെങ്കിൽ കടന്നുപോയ പല നേതാക്കന്മാരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണ്. ഇപ്പോൾ AK ആന്റണി ആയാലും ശരി, വയലാർ രവി ആയാലും ശരി, ഉമ്മൻചാണ്ടി ആയാലും, ഈ പറയുന്ന CPM-ന്റെ പല നേതാക്കന്മാരും, എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ പലരും കടന്നു വന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊന്നും നേതാക്കന്മാർ വരുന്നില്ല എന്നുള്ളത്, യുവാക്കളെ കോളേജിൽ വെച്ച് തന്നെ ഇത് അവസാനിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയം. അത് ശരിക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നു? കേരളത്തിൽ മാത്രത്തിലുള്ള ഒരു പ്രതിഭാസമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകമാനിത്വത്തിലൊരു പ്രതിഭാസം ഉണ്ടോ? അതിനും ഞാൻ CPM-നെ കുറ്റപ്പെടുത്തും. CPM-നെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കലാലയങ്ങളെ കോട്ടകളാക്കി മാറ്റി. കോട്ട എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് സെൻസ്. ഇപ്പം മഹാരാജ് കോളേജിന് മുമ്പിൽ ചെങ്കോട്ടയില അവിടെ മഹാരാജ് കോളേജിൽ നിങ്ങൾക്ക് SFIക്കെതിരായി അല്ലെ ഒന്നും വേണ്ട. ആർഷോയുടെ ഇന്നും വന്നിട്ടുണ്ട് ആർഷോയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ അവിടെ ചെന്ന് അതിൻ്റെ മുമ്പിൽ നിന്നോ അതിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അതാരായാലും, മുകുന്ദനായാലും സച്ചിദാനന്ദനായാലും അടൂർ ഗോപാലകൃഷ്ണനായാലും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മറുചിന്തകളെല്ലാം SFI ഇല്ലാതാക്കി. കോൺഗ്രസ്സുകാരൻ പക്ഷേ കൂടുതൽ പഠിക്കുന്ന അല്ലെ അവർ ആ കോളേജുകളെ വിട്ടിട്ട് അവർ പ്രൊഫഷണൽ കോളേജുകളിലേക്ക് പോയി, അവിടുന്ന് അവർ പുറത്തേക്ക് പോയി. കേരളത്തിൻ്റെ രാഷ്ട്രീയം അവരെ ബാധിക്കാതായി. അങ്ങനത്തെ ഒരു ചർച്ച അവർക്ക് വേണ്ട. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ CPM-ന്റെ പങ്ക്, അതായത് നമ്മൾ പറയുന്നത് തന്നെ വന്ധ്യംകരിക്കുക, കേരളത്തിൻ്റെ യുവത്വത്തെ വന്ധ്യംകരിച്ചതിൽ നല്ല പങ്ക് CPM-നുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മിക്കാൻ പറ്റും 70, 76 ആ ഏറ്റവും പ്രൈം അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിലാണ് ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ആ കോളേജിൽ പഠിക്കുമ്പം അന്ന് ആ കോളേജിലുണ്ടായിരുന്ന അധ്യാപകരുടെ പേര് M. അച്യുതൻ, MK സാനു, തോമസ് മാത്യു, D. വിനയേന്ദ്രൻ, M. ലീലാവതി, ഭരതൻ മാസ്റ്റർ, ഇങ്ങനെ കേരളം മുഴുവൻ അറിയുന്ന അധ്യാപകരുണ്ട്. ഇന്ന് ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ? പേര് പറയണമെങ്കിൽ വിവാദം ഉണ്ടാവണം. അല്ല, വിവാദമല്ല, ഇവരുടെ ബൗദ്ധികമായ കപ്പാസിറ്റി കൊണ്ടാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അല്ല, ഇപ്പോഴത്തെ പറഞ്ഞത് ഇപ്പോൾ വിവാദം ഉണ്ടാകണം, ഏതെങ്കിലും പീഡന കേസോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കേസോ ഉണ്ടാകണം. ഇന്ന് എത്ര അധ്യാപകരുടെ പേര് പറയാൻ പറ്റും? ഇനിയും പറയാൻ പറ്റും. പഠിക്കുന്ന പിള്ളേർ, ഇപ്പോൾ വേണുരാജാമണി ഒരു എക്സെപ്ഷനാണ്. വേറെ പഠിക്കുന്ന പിള്ളേരെടുത്തു കഴിഞ്ഞാൽ, അന്ന് ഞാൻ പഠിക്കുന്ന ഒരു വർഷം MA ലിറ്ററേച്ചർ ബാച്ചിൽ നിന്ന് മാത്രം, IAS വലിയ കാര്യമായിട്ട് പറയാം, MA ലിറ്ററേച്ചർ ബാച്ചിൽ നിന്ന് മാത്രം 4 പേര്, 2 പേര് സിവിൽ സർവീസും 2 പേര് IPS-ഉം ഒരു ഒറ്റ ബാച്ചിൽ നിന്ന് കിട്ടുകയാണ്. അതിനുശേഷം ആ ഫ്ലോ ഇവിടെ നിൽക്കുക, വളരെ പെട്ടെന്ന് നിൽക്കുക ചെയ്യുന്നത്. ആകെ ഇവർക്കറിയാവുന്ന ചെഗുവേരയുടെ ശിഷ്യന്മാർ, ഒരു വലിയ കോളേജ് പ്രിൻസിപ്പൾ, മഹാരാജ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഞാൻ പഠിക്കുന്ന കാലത്തുള്ളതാണ്. വളരെ ആക്റ്റീവായ സ്ത്രീയായിരുന്നു. കഴിഞ്ഞ ദിവസം അവരെ ഒരാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയും, ഞങ്ങളൊക്കെ CPM-ന്റെ അനുഭാവികളായി, എനിക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു അംഗത്വം തന്നിട്ടുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലും അംഗമാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അവരെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളും ചെഗുവേരയുടെ മണവാട്ടിയായില്ലേ, ക്രിസ്തുവിൻ്റെ മണവാട്ടി, നിങ്ങളും ചെഗുവേര. ഇങ്ങനത്തെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഭൗതികമായ ഒരു ചർച്ചയും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് മഹാരാജ് കോളേജ്. പിന്നെ രണ്ടാമത്തത്, ഇത് നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, പത്രപ്രവർത്തകർ എഴുതാറുമില്ല. സെൻറ്റ് ആൽബർട്ട്സ് കോളേജിന് മുമ്പിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു ബോർഡ് കാണും. ശ്രദ്ധിച്ചിട്ടുള്ളത് അത് വേണം നമുക്കിവിടെ ക്യാരി ചെയ്യാവുന്നൊരു ഇതുമാണ്. രാഷ്ട്രീയം കർശനമായി നിരോധിച്ചിരിക്കുന്നു. എൻ്റെ മകനവിടെ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം കർശനമായി നിരോധിച്ചിരിക്കുന്ന സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് ഇപ്പറ കിടക്കുമ്പോഴാണ് മഹാരാജ് കോളേജിൽ ചെഗുവേരമാർ വിപ്ലവം. അങ്ങനെ ഞങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇങ്ങനെ ഒരു കോളേജ് സെൻറ്റ് ആൽബർട്ട്സിൽ ആ ബോർഡ് മാറ്റിയിരിക്കും അന്നത്തെ കാലത്ത്. പിന്നെ വന്ന ഈ ചെഗുവേര പാർട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയാണ്, അടി തൊട്ട് മുടി വരെ പേടിയാണ്. കാരണം എങ്ങനെയെങ്കിലും ലത്തീനോട്ടോ സെബാസ്റ്റ്യൻ പോളിനെയോ അല്ലെങ്കിൽ ഷൈൻ ടീച്ചറെ പിടിച്ച് കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് അവിടെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇവർ ഭയമാണ് ഇവർക്ക്, വേറെ കാര്യമൊന്നുമില്ല. അതാണ് സംഭവിച്ചത്. അല്ല, നമുക്ക് അറിയാം, ഇപ്പോൾ മഹാരാജാസ് കോളേജൊക്കെ ഒരു കാലത്ത് വലിയൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. വെറും ഒരു കോളേജിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ഒരുപാട് ചർച്ചകൾ, വളരെ സമൂഹത്തിലുള്ള പല വിധത്തിലുള്ള സാഹിത്യ ചർച്ചകളായാലും ശരി, സാമൂഹ്യ രംഗത്തുണ്ടാകുന്ന പല വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ ചൂടേറിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്നത്തെ മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കലാപഭൂമി പോലെയായി മാറിയിരിക്കുന്നു. ഇത് കോളേജിൻ്റെ മൊത്തത്തിലുണ്ടായ വിഷയങ്ങളാണോ, അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം സംഭവിച്ചതാണോ? അവിടെയും താങ്കൾ പറഞ്ഞൊരു കലാപഭൂമി എന്ന് പറയുമ്പോൾ കലാപം ഉണ്ടാകണമെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടാകണം, എന്തെങ്കിലും ഒരു മോട്ടീവ് കലാപത്തിനുള്ള. ഇതൊരു മോട്ടീവും വേണ്ട. ഒരു സാറൊന്നും മീശ വിരിച്ചാലൊന്നും നോക്കിക്കഴിഞ്ഞാൽ
എസ് എഫ് ഐക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞാൽ, അതൊരു എസ് എഫ് ഐക്കാർ സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ കൊടുക്കാൻ വിസമ്മതിച്ചാൽ അത് കലാപഭൂമി. അതിന് കലാപമെന്ന് പറയാൻ പറ്റില്ല, കൊള്ളയുടെ ഭൂമിയാണെന്ന് പറയാം. ഇപ്പോൾ വീരപ്പൻ ഒരു വലിയ കൊള്ളക്കാരനായിരുന്നു. വീരപ്പൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോരാ നേരത്ത് ആ സ്ഥലങ്ങളിലെല്ലാം കുറേ ചെകുവരയുടെ പടവും കൂടെ വെച്ചിട്ടിരുന്നെങ്കിൽ വീരപ്പൻ ആരാകുമായിരുന്നു. വീരപ്പൻ ആരാകുമായിരുന്നു ചരിത്രത്തിൽ? വീരപുരുഷനായനെ. ഇവരെന്ത് പിള്ളേരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് സമരം ചെയ്തു? ഇപ്പോൾ കൽക്കട്ടയിലെ സമരം ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച വിഷയമാണ്. പൂക്കോടിൻ്റെ കാര്യത്തിൽ എന്തിനാ സമരം ചെയ്യാതെ? ആ എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിടണ്ടേ ഇവർ? അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എസ് എഫ് ഐയുടെ യൂണിറ്റ് അവർ പിരിച്ചുവിടണമായിരുന്നു. അല്ല, ഇതിനിടയിൽ ഇതിൻ്റെ ഒരു ഫ്ലോ നശിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇതിനിടയിൽ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, എസ് എഫ് ഐക്കെതിരെ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നിരിക്കുന്നു. എസ് എഫ് ഐൻ്റെ നേതാക്കന്മാർക്കെതിരെ ആരോപണം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവകാശ സമരങ്ങൾ ഒക്കെ അവർ മൂടി വെച്ചിട്ട് കുറേ കാലമായി. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ ക്യാമ്പസുകളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷം ജയിക്കുന്നത് മിക്കവാറും കോളേജ് ക്യാമ്പസുകളിലുള്ള ചെയർമാൻമാരെല്ലാം എസ് എഫ് ഐക്കാരാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കണ്ണൂർ ഭാഗത്തുള്ള അറിയാൻ പറ്റും. മുൻകാലങ്ങളിൽ കെ എസ് യു പ്രവർത്തകർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ കോൺഗ്രസ്സുകാർ തുല്യമായിട്ട് തന്നെ വരുമായിരുന്നു. എസ് എഫ് ഐയുമായി സംഘടന ഉണ്ടായപ്പം എസ് എഫ് ഐ ആയിട്ട് ഇപ്പോൾ കൊച്ചിയിലൊരു വലിയ യൂണിയൻ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ യൂണിയൻ, CTTU എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ. കൊച്ചിൻ മാസ്റ്റർ MK രാഘവനായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണോ CITUവും ഇന്ന് പോലീസോട് സഹായിക്കുന്നുണ്ട്, CITUവും പോലീസും കൂടെ എസ് എഫ് ഐയെ സഹായിക്കുന്നത്, അതുപോലെ തന്നെ അന്ന് KSUവിനെ സഹായിക്കാൻ ഇവരുണ്ടായിരുന്നു. ബലത്തിന് ബലം ഉണ്ടായിരുന്നു, തല്ലിന് തല്ലുണ്ടായിരുന്നു. പിന്നെ എന്തിനും പോരുന്ന ആ ഒരു കൾച്ചർ KSUവിലും വളർത്തിയെടുത്തു. കാരണം ഇവരുടെ അടിയെ പേടിക്കാതെ. അപ്പോൾ സുകുമാർ അഴീക്കോട് സാർ അവസാനം കോള യൂണിയൻ്റെ ഇനാഗറേഷൻ വന്നിട്ട് പറഞ്ഞാണ്, കോൺഗ്രസ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങളെ തല്ലുന്ന പോലീസായിരിക്കും, മാർക്സിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നെങ്കിൽ നിങ്ങളെ തല്ലാൻ വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ജീവൻ രക്ഷാ പ്രവർത്തകരായിരിക്കും, ഗുണ്ടകളായിരിക്കും വരുന്നത്. ഗുണ്ടകളുടെ ചന്തയിലെ ചുമട്ടുകാരെ തല്ലിക്കൊള്ളണമെന്നാണ് പിള്ളേരോട് സുകുമാർ അഴീക്കോട് മാസ്റ്റർ ചോദിച്ചത്. അപ്പം അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. ഇത് വിദ്യാർത്ഥികളോട് പറയാനോ നേട്ടങ്ങൾ പറയാനോ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. ഇതാണ് സുധാകരൻ ഉദ്ദേശിച്ചത്, ഈ സെമി കടന്ന്. അല്ല, സുധാകരൻ അതാണോ ഉദ്ദേശിച്ചെന്നറിയില്ല. പക്ഷേ സുധാകരൻ ഈ അനുഭവം അഴിച്ച് ഒതുക്കലിൻ്റെ അനുഭവം കൃത്യമായി അനുഭവിച്ചാളോ. കണ്ണൂർ പലരും ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എറണാകുളം എൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. മാത്രമല്ല KSU തിരിച്ചടിക്കും. മഹാരാജ് സ്കൂളിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്ന കൊലപാതകം ലക്ഷദ്വീപുകാരൻ്റെ ഇതാണ്, മുത്തുക്കോയ. അയാൾ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരായിരുന്നു. 2 വിഭാഗം തമ്മിൽ സംഘടന ഉണ്ടാകുമ്പോൾ ഈ ഒരു വിഭാഗം ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്, പുറകിൽ നിന്ന വിഭാഗം കുത്തുന്നു. ആളെ അറിയാതെ കുത്തുന്നതാണ്. അപ്പം ഈ അവിടെ രക്തസാക്ഷി ആചരിക്കുന്ന ആളില്ല. കാരണം എന്നറിയോ? ലക്ഷദ്വീപുകാരനാണ്. അപ്പോൾ അത് കൊല്ലുന്നത് KSUവും SFI സംഘടനത്തിലാണ് കൊല്ലപ്പെടുന്നത്. അപ്പം അതിന് വേറെ ചിലത് അത് ഞാൻ ഇത്രക്കാലം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ സംഘടനകൾ ഓരോന്നായിട്ട് ഉണ്ടായി വളർന്ന് KSU ശ്രദ്ധിക്കാറായി. പിന്നെ രണ്ടാമത്തെ കാര്യം, KSUവിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് താങ്കളൊക്കെ കണ്ണൂരായതുകൊണ്ട് അറിയാൻ പറ്റും. KSU 2ആയി നെടുക മഹാരാജ് സ്കൂളിലെ പറയാം, പരിവർത്തനവാദി വിദ്യാർത്ഥി സംഘം എന്നും പറഞ്ഞ് കുറേ കുട്ടികൾ അതിൻ്റെ അകത്തുനിന്ന് മാറി. അന്നാണ് ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് SFIക്ക് മഹാരാജ് സ്കൂളിലൊക്കെ ജയിക്കാൻ പറ്റുന്നത്, തലശ്ശേരി ജയിക്കാൻ പറ്റുന്നത്, പാലക്കാട് ജയിക്കാൻ പറ്റുന്നത്. ആ വിഭജനം ഭംഗിയായി മുതലെടുത്തു. മറുവശത്ത് പോരാടേണ്ട KSUക്കാർക്ക് അപ്പം തന്നെ ഒരുമാതിരി വലിയവർക്കെല്ലാം അസംബ്ലി സീറ്റുകളും പാർലമെൻറ്റ് സീറ്റുകളൊക്കെ കിട്ടി. അവരുടെ പോരാട്ട വിരിയൊക്കെ അവസാനിച്ചു. അതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തുടർച്ചയായി ചോദിക്കുകയാണ്. ഇപ്പോൾ SFIക്ക് എല്ലാ തലങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സ്വീകാര്യത കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കോളേജൊക്കെ അവർ ഭരിക്കുന്നു. പക്ഷേ നമുക്കറിയാം ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂത്ത് കൂടുതലുള്ള സ്ഥലമാണ്. ഏതാണ്ട് 60% വോട്ടർമാർ യുവാക്കളാണ്. പക്ഷേ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നേരെ തിരിച്ചാണ് നമ്മൾ കണ്ടത്. ഫലം വന്നപ്പോൾ തിരിച്ചാണ്. യൂത്ത് മൊത്തം SFIക്കാണ് അല്ലെങ്കിൽ CPM അനുഭാവികളായ ഇടതുപക്ഷ അനുഭാവികളൊക്കെ ആയി മാറിയിരുന്നെങ്കിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി CPMന് ഉണ്ടാകുമായിരുന്നു. പാർലമെൻറ്റിൽ അല്ലെ അസംബ്ലി കേരളത്തിൽ 3 തരത്തിലുള്ള മാർക്സിസ്റ്റ് വോട്ടുകളുണ്ട്.
ഒന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രാദേശിക മാർക്സിസ്റ്റ്, പ്രാദേശിക തലത്തിൽ വോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ, അസംബ്ലി മാർക്സിസ്റ്റ്, അസംബ്ലി സമയത്ത് വോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ, ലോകസഭ പാർലമെൻറ്റ് മാർക്സിസ്റ്റ്. ഈ 3 തരമുണ്ട്. 3 കൂട്ടരും 3 വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രതികരിക്കുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എല്ലാ പാർലമെൻറ്റ് ഇലക്ഷൻ 67 പാർലമെൻറ്റ് ഇലക്ഷൻ പനമ്പള്ളി കൊണ്ടുവന്ന് മാത്രമേ കോൺഗ്രസിൻ്റെ ജയിച്ചുള്ളൂ. ജയിക്കാൻ പറ്റില്ല. പക്ഷേ പിന്നീട് വന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ആയപ്പോഴത്തേക്കും വ്യത്യാസം വന്നു. ദേശീയ നേതൃത്വം, ഇപ്പം മോഡി പറയുന്നതിൽ കുറേ വാസ്തവമില്ല. ഇന്ദിരാഗാന്ധി ഒരു ദേശീയ നേതാവായതോടുകൂടി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ഇന്ദിരാഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ചെറുതല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മേൽക്കോയ്മ കിട്ടാൻ തുടങ്ങി. അസംബ്ലിയിൽ ഇല്ലാത്തപ്പോഴും അത് ഇന്ദിരാഗാന്ധിയെ ദേശീയ നേതാവായി എല്ലാ പാർട്ടിയിലുള്ള ജനങ്ങളും അംഗീകരിച്ചു. മോഡി ഇപ്പോൾ ആ റോഡിലേക്ക് വരാനെന്ന് തോന്നുന്നു. പക്ഷേ മോഡിക്ക് സാധിക്കില്ല. ഇന്ദിരാഗാന്ധി മൊത്തം യോജിപ്പിച്ച് കണ്ടിരുന്നെങ്കിൽ ഇവർ നേരെ മറിച്ചാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അതാണ് അവർക്കുള്ള പ്രശ്നം. അതൊക്കെ നമുക്ക് എത്ര വേണം വിഷയങ്ങളാണ്. നമ്മളിതിപ്പം കേരളത്തിൽ നേരത്തെ പറഞ്ഞ് ശരിയാണ്. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഫലം വേറെയാണ്, അസംബ്ലിയിൽ വേറെയാണ്. കാരണം 99 സീറ്റ് നമുക്കറിയാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയ പാർട്ടിയായിരുന്നു CPM അല്ലെങ്കിൽ ഇടതുപക്ഷം. പക്ഷേ തുടർന്ന് നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ വീണ്ടും 99 സീറ്റുമായിട്ട് LDF തുടർഭരണം ഉണ്ടാവുകയായിരുന്നു. ആ തുടർഭരണം ഉണ്ടായത് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണെന്നും അതുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒക്കെ ഫലമായിട്ടല്ലെന്നും ജനങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഒരു ഇടത് മനസ്സായതുകൊണ്ടാണ് ഇടതുപക്ഷം ശരിയുടെ പക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വായിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ വീണ്ടും തിരിച്ചടി കിട്ടുന്നത്. അപ്പോഴും CPM പറയുന്നത് അടുത്ത അസംബ്ലി ഇലക്ഷനിലും ഞങ്ങൾ തന്നെ തുടർന്ന് വരും എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഓരോ വർഷം മാറിയാണ് വരുന്നത്. അടുത്ത വർഷം ഞങ്ങൾ 2021 കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ കണക്കൂട്ടൽ തെറ്റി. അതെ, ഇവിടെ ആ കണക്കൂട്ടൽ തെറ്റാൻ പോകണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ കണക്കൂട്ടൽ തെറ്റാൻ പാടാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആരെല്ലാം എന്തെല്ലാം പറയുമ്പോഴും അച്യുതാനന്ദനുള്ള നേതാവ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെ. അച്യുതാനന്ദൻ്റെ ആ നേതാവിൻ്റെ പ്രത്യേകത AK ആന്റണിയേക്കാളും ഉമ്മൻചാണ്ടിയേക്കാളും കുഞ്ഞാലിക്കുട്ടിയേക്കാളും KM മാണിയേക്കാളും ഇവരെല്ലാം ഒരു തട്ടിലും അച്യുതാനന്ദൻ്റെ തട്ട് ഒറ്റ തട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അച്യുതാനന്ദൻ്റെ തട്ട് തൂങ്ങും. പിന്നെ രണ്ടാമത്തെ കാര്യം, മൂന്നാറിലെ കയ്യേറ്റ ഒഴിപ്പിക്കൽ. LDFൻ്റെ ഗ്രാഫ് ജനങ്ങളിൽ, പാർട്ടി ബേസ് അല്ല, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്നത് മൂന്നാർ കയ്യേറ്റ ഒഴിപ്പിക്കാൻ പോയപ്പോഴാണ്. അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ UDFൻ്റെ താല്പര്യങ്ങളും CPMലെ MM മണി പോലുള്ളവരുടെ താല്പര്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് വന്നു. അച്യുതാനന്ദനെ സൈഡ് ലൈൻ ചെയ്തു. ആ വിടവിൽ കൂടെ ഇടിച്ചു കയറി വരാൻ പിണറായി വിജയന് പറ്റി. അച്യുതാനന്ദൻ പക്ഷമാതിരുന്ന MM മണി ഒറ്റ രാത്രിയിൽ പിണറായിയുടെ ആളായി. അങ്ങനെ പലയിടത്തും. അപ്പം കച്ചവടത്തിൽ കൂടിയാണ് പിണറായിയുടെ അടിത്തറ ഉറപ്പിക്കുന്നത്. അതിപ്പോൾ അവസാനം അത് കിറ്റിൽ കൂടെ പ്രതീക്ഷിക്കണം. ഏറ്റവും പാവം പിടിച്ചവർക്ക് കിറ്റ്. ഈ മലബാറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ നൊയമ്പ് വീട് സക്കാത്ത് കൊടുക്കുന്നത്. പണക്കാരുടെ വീടിൻ്റെ മുമ്പിൽ എന്തുമാത്രം ആൾക്കാരെ ക്യൂ നിൽക്കുന്നത്. അതുപോലെ കിറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കുക അവർ ചെയ്തത്. അല്ല, യഥാർത്ഥത്തിൽ അതൊരു സർക്കാരിൻ്റെ വലിയ പരാജയമല്ലേ അത്? ഏറ്റവും വലിയ പരാജയം. കാരണം ഈ ആധുനിക യുഗത്തിലും കേരളം വളരെ സമ്പന്നമാണെന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആളോഹരി വരുമാനം കൂടുതലാണെന്നും മറ്റെങ്കിലും ഏറ്റവും വലിയ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളമാണ്. അപ്പം സാധാരണ ഇപ്പം ഗുജറാത്തിലോ അല്ലെങ്കിൽ UPയിലൊക്കെ ആണെങ്കിൽ 280, 300, 350 രൂപ വരെയാണ് ഒരാൾക്കൊരു ദിവസം കൂലി കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ അത് 1000, 1250 രൂപ വരെ കൂലി കൊടുക്കുന്നുണ്ട്. ഹിന്ദിക്കാർ പോലും, കുറച്ച് ഭായിമാർ പോലും ഇപ്പോൾ 1000 രൂപ കൂലി മേടിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ദാരിദ്ര്യവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്? ദാരിദ്ര്യം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് സാധനങ്ങൾക്ക് വില, അരി എവിടെ, തുണി എവിടെ, ആ സ്റ്റൈലിലൊരു സമരം കേരളത്തിലുണ്ടാകുന്നുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നില്ല. സമൂഹത്തിൻ്റെ ഒച്ച വയ്ക്കുന്ന ശബ്ദം. പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയല്ല, മരത്തൊക്കെ കയറുന്നവനല്ല. ഒച്ച വയ്ക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരായ ജോലിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ, ഇവരാണ്. ഇവരെ മുഴുവൻ സൈലൻസ് ആക്കി. ഇവരെ നമ്മൾ SFIക്കാരെ എന്ത് ചെയ്തോ, മന്ദബുദ്ധി അല്ലെങ്കിൽ വന്ധ്യംകരിച്ചോ, അതുപോലെ തന്നെ
ഈ വിഭാഗത്തെ വന്ധ്യംകരിക്കില്ലേ, മയക്കുമരുന്ന് കിടക്കുന്ന പോലെ വലിയ ശമ്പളം കൂടുതൽ. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് കോളേജ് അധ്യാപകർ, ഹൈസ്കൂൾ അധ്യാപകർ സൂചനാ സമരം ഒഴിച്ച് ഒരു വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ടാകാതെ? ഒരു സൂചനാ സമരത്തിന് അപ്പുറത്തേക്കൊരു സമരം മധ്യവർഗ തൊഴിലാളികളുടെ ഇടയ്ക്കുന്നു ഉണ്ടാകാത്തതിൻ്റെ കാരണം തന്നെ അവർ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അവർക്ക് കിട്ടുകയാണ്. കോളേജ് അധ്യാപകർ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി ഡിമാൻഡ് DA കൂട്ടി കൊടുക്കും. അതെ, കേരള സർക്കാർ യഥാർത്ഥത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയായിരുന്നല്ലോ. അതിലൊരു വ്യത്യാസം, കേരള സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, മാനേജ് ചെയ്യാവുന്ന അവരുടെ ഫണ്ടിന് അതെല്ലാം എടുത്തു കഴിഞ്ഞു. പക്ഷെ മറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കതില്ല, സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണ. ഇപ്പം നിങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, ഏത് തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യത്തിൽ നമ്മൾ പറയേണ്ടി വരും, മാനുവൽ ലേബർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുടെ തൊഴിലില്ലായ്മ, അതിന് പോകാത്തവരുടെ തൊഴിലില്ലായ്മ. അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഉണ്ടോ? തൊഴിലില്ലായ്മ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ 35 ലക്ഷത്തോളം അന്യദേശ തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നെന്ന് പറയുന്നത്. മറ്റൊരു സ്റ്റേറ്റിലും ഇത്രയും ആളുകൾ പുറത്തുനിന്ന് ജോലി ചെയ്യുന്നില്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നു, അത് ബോംബെയിലുണ്ടായിരുന്നു, കൽക്കട്ടയിലുണ്ടായിരുന്നു, ഈ പിന്നെ കുറേയൊക്കെ ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഈ അസംഘടിതമായ തൊഴിൽ മേഖലയിൽ, ഇപ്പം ബാംഗ്ലൂരിലായാലും ടെക്സ്റ്റൈൽ രംഗത്തും മറ്റൊക്കെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ. കൽക്കട്ടയിലും ഈ വലിയ കമ്പനികളിൽ മറ്റ് കമ്പനികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലല്ല വന്ന് ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ ഹോട്ടൽ തൊഴിലാളി, ഇവിടുത്തെ കർഷക തൊഴിലാളി എന്ന് പറയുന്ന നാനാ മേഖലകൾ, നിർമ്മാണ തൊഴിലാളികൾ എല്ലാം ഇപ്പം ഈ ഹിന്ദിക്കാരാണ്, അന്യദേശത്ത് വന്ന ആളുകളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുള്ള ഭാഷയിൽ പറഞ്ഞാൽ അതിഥി തൊഴിലാളികളാണ്. അപ്പോൾ ഞാൻ കേരളത്തിന് അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്താൽ ഒരു 7 മണി 8 മണി സന്ധ്യ കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹോട്ടലുകൾ, അതായത് ഒരുമാതിരി കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റുകൾ 100-150 രൂപ മിനിമം കാശാകുന്ന, ഒരു ചായക്ക് 10-15 രൂപ മേടിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, ചിക്കൻ കറിക്ക് 200 മേടിക്കുന്ന ബിരിയാണി, കുഴിമന്തി, അങ്ങനെ പല ഐറ്റങ്ങളും. ഈ റെസ്റ്റോറൻറ്റുകളിലെ കൺസ്യൂമേഴ്സ് ആരാ? ഈ റെസ്റ്റോറൻറ്റുകളിലെ കൺസ്യൂമേഴ്സ് നമ്മളാണ്. നമുക്കിത് സാധിക്കുന്നതിൻ്റെ കാരണം ഗൾഫിൽ നിന്ന് വരുന്ന പൈസ വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്ന പൈസയുണ്ട്. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ തൊഴിലാളിക്ക് ഇത്രയും കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ, അല്ലെ ഇത്രയും സ്റ്റാറ്റസിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടുണ്ടാകുമ്പോൾ, ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് വരുന്ന, ഇപ്പോൾ NRI ഡെപ്പോസിറ്റ് വരുന്ന ഒന്ന് ഗൾഫിനേക്കാൾ കൂടുതൽ പക്ഷേ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഈ അമേരിക്ക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെരുവ് പറയാം. ഇടതു വർഷത്തിൻ്റെ വേറൊരു ഇവരുടെ തൊഴിലാളി സംഘടനകൾ എങ്ങനെ ശക്തിപ്പെടാൻ കാരണമായ സാമ്പത്തിക അടിത്തറ ഉണ്ടായോ അതിന് കാരണക്കാരായ അമേരിക്കയിലാണ് പോയിരിക്കുന്ന ആദ്യം അതിനെ തെരുവ് പറയുക. മുസ്ലിം രാജ്യങ്ങൾ അത്രയും പറയുന്നില്ല, കാരണം വോട്ടുണ്ട് ഇവിടെ. അപ്പം അങ്ങനത്തെ കാപട്യങ്ങളുടെ തന്നെ ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷം പിന്തുടരുന്നത്. അതിനെ എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല, വസ്തുതകൾ പറയാൻ പോലും കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ദയനീയമായ സ്ഥിതി. അല്ല, ഇത് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം കൂടിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വിഭവം, ഓണസദ്യയോ ക്രിസ്മസ് സദ്യയോ അല്ലെങ്കിൽ ബക്രീദിൻ്റെ എന്തും ആയിക്കോട്ടെ കിട്ടുന്നു, നിങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? എനിക്ക് വില്ലേജ് ഓഫീസിൽ പോയി 100 രൂപ കൈക്കൂലി കൊടുത്താൽ ഒരു ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ഞാനവിടെ സമരം ചെയ്യാൻ പോകണത് മേടിക്കാൻ പോകണം. ഞാൻ ഈ 100 രൂപ കൊടുത്തു, എനിക്ക് 100 രൂപ അടുത്ത വേർത്തനോടെ എനിക്ക് കൈക്കൂലി മേടിക്കാം. ഞാൻ ഈ വില്ലേജ് ഓഫീസ് സമരത്തിന് പോകുമോ? ഇല്ല, നമ്മളൊരു എൻ്റെ കാര്യം നടന്നാവില്ല. അതെ, അഴിമതി സാമാന്യവൽക്കരിക്കപ്പെട്ടു, അഴിമതി സാമാന്യവൽക്കരിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അഴിമതിയുടെ ഫലം എല്ലാവർക്കും അനുഭവിക്കാം. എനിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ 100 രൂപ കൈക്കൂലി കൊടുക്കണ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് വരെ ഞാൻ 150 രൂപ ഇപ്പുറം ഉണ്ടാകും. ഓട്ടോറിക്ഷക്കാരൻ 2 യാത്രക്കാരോട് കൂടുതൽ മേടിച്ചാൽ മതി. അപ്പം അങ്ങനത്തെ ഒരു മാനുവറിങ്ങിൻ്റെ സിസ്റ്റം, ആ കല നമ്മൾ പഠിച്ചു, മലയാളി പഠിച്ചു, സ്വന്തം കാര്യം കാണാനുള്ള കല പഠിച്ചു. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവനെ ജാമ്യത്തിലിറക്കാനുള്ള 100 സംവിധാനങ്ങളുണ്ട്. ഒന്ന് കാശ് കൊടുത്ത്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വിളിച്ചു പറഞ്ഞ്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്നോ അമ്പലത്തിൽ NSS കരയോഗത്തിൽ നിന്ന് വിളിച്ച്, അങ്ങനെ 100. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനത എങ്ങനെ കലാപത്തിന് അല്ലെങ്കിൽ വിപ്ലവത്തിന് തയ്യാറാകും? നമ്മുടെ ജനതയെ അങ്ങനെ ആക്കി എടുത്തു. പിന്നെ പാവം പിടിച്ചവൻ ഇത് മതി, അവൻ 1000 രൂപ വളരെ സന്തോഷമാണ്, അവന് അംബീഷൻസ് ഇല്ല, അവൻ്റെ ആഗ്രഹങ്ങളില്ല, അവൻ്റെ മക്കൾക്ക് വലിയ ഊട്ടിയിലെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു തലമുറയുടെ 1000-1200 രൂപ കിട്ടുമ്പോൾ അവനതിൽ ആവശ്യമാണ്. അത് അപകടകരമായ സാമ്പത്തികമായ ഒരു ചുറ്റുപാടോടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിദ്യാർത്ഥി സംഘടനയെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ പോലും
ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പം നമ്മൾ കേരളത്തിൽ റിസർച്ച് കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. റഹീമിന് വരെ PhD കിട്ടുന്നുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് നമുക്ക് ഗവേഷണം നടത്തി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് സബ്ജക്റ്റാണ് ഇവർ റിസർച്ചിന് ടോപ്പിക് ചെയ്യുക വിദ്യാർത്ഥികൾ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു രംഗത്ത് സമൂഹത്തിന് പ്രയോജനപ്രദമായ ഒരു സംഭവം, ഒരു റിസർച്ച് വർക്ക് കേരളത്തിൽ പുറത്തു വന്നിട്ടുണ്ടോ? പറയാവുന്നു. അവിടെ നമ്മൾ തുടങ്ങണം. അപ്പം അത്തരം ബൗദ്ധികമായ കഴിവില്ലാത്ത ഒരു പറ്റ ആൾക്കാരാണെന്ന് കോളേജുകളുണ്ട്. ആ ഔട്ട്പുട്ടാണ് SFI. അവരുടെ ആ ബൗദ്ധികമായ വളരാത്ത ഒരു മന്ദബുദ്ധി ടൈപ്പിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ആക്കിയെടുത്ത വാർത്തെടുക്കാൻ പിന്നെ വേറെ പുറത്തേക്ക് വളരാൻ പറ്റിയില്ല. വാർത്തെടുത്തവരാണ് SFI. അത് മാനത്തോളത്തോളം ക്യാമ്പസുകൾ സജീവമാകാത്തിടത്തോളം കാലം വിദ്യാർത്ഥി രംഗത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അറിവിൽ നിന്നും ഞാൻ മുമ്പേ മഹാരാജ് സ്കൂളിൻ്റെ ഉദാഹരണം പറഞ്ഞല്ല. അധ്യാപകരുടെ പേര് എത്ര പേരുടെ പേര് പറയാം. ഇന്നും MK സാറിനെ കൊണ്ട് നടക്കാം. ആലോചിച്ച് നോക്കണം. പുതിയൊരാളെ കണ്ടു. തൃപ്പൂണിത്തുറ പൗലോസ് മാസ്റ്റർ. എത്ര സാറന്മാരുണ്ട് അങ്ങനെ? ആരെങ്കിലും അധ്യാപകൻ സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ അവനെ തല്ലിക്കൊള്ളാൻ നോക്കും. അപ്പോൾ ഞാൻ ഉദാഹരണം നമുക്കറിയാം. ഇവിടെ ഒരു തൻ്റെ അടുത്തോടെ ഒരു സ്ത്രീ അവരെ ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് ശവപ്പെട്ടി പണിയായി ചെയ്യുന്നത്, ശവക്കല്ലറ പണിയായി ചെയ്യുന്നത്. ആ ധൈര്യം എതിർക്കാനുള്ള ധൈര്യം കാണിച്ചതിന് അവരെ ബഹുമാനിക്കണം. അല്ല, ഇതിനിടയിൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിന് വലിയ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്നു, വലതുപക്ഷമാണെങ്കിൽ വലിയ രീതിയിലൊന്നും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വർഗീയ ഫാസിസ്റ്റുകളെന്നും സംഘപരിവാർ ശക്തികളെന്നൊക്കെ പറയുന്ന ഈ BJP യഥാർത്ഥത്തിൽ കേരളത്തിൽ ദ്രുതഗതിയിൽ വളരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, ഒന്ന്, കേരളത്തിലെ ഇപ്പം ഞങ്ങൾ നമ്മൾ സംസാരിച്ചാണ്, കേരളത്തിൽ നാളെ CPM റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൗദ്ധികമായി കപ്പാസിറ്റി ഇല്ലാത്ത, മുദ്രാവാക്യം അല്ലെ മോളിൽ നിന്ന് വരുന്ന ഒരു സ്ട്രക്ചർ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിനിവിടെ നിൽക്കാൻ അവരുടെ പ്രവർത്തന ശൈലി ഇവിടെ ചിലവാകാതെ വരുമ്പോൾ, അല്ലെ അത് തിരസ്കരിക്കപ്പെടുമ്പോൾ, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അഭയം കൊടുക്കാൻ പറ്റുന്നത് BJP രാഷ്ട്രീയമാണ്, കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം. കോൺഗ്രസ്സുകാർക്ക് അത്രയും പോകാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും BJPയുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഫണ്ടമെൻ്റൽസ് തിരുത്തലുകൾ വരുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. ലോകത്ത് ഒരു രാജ്യവും മതത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ്? ക്രിസ്തുമതത്തിൻ്റെ പേരിലാണ് ഒറ്റ രാജ്യമല്ലേ ഉണ്ടാവുള്ളൂ, ഇസ്ലാമിൻ്റെ പേരിലാണ് ഒരു രാജ്യമല്ലേ ഉണ്ടാവുള്ളൂ. മതത്തിൻ്റെ പേരിൽ രാജ്യം ഉണ്ടാക്കുന്നില്ല. അതുപോലെ ഭാഷ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഒരു ഭാഷയല്ല, ഒരു രാജ്യമല്ല, ആണോ? അല്ല. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെല്ലാം യോജിപ്പിച്ച് നിർത്താൻ പറ്റണം. ഗാന്ധി അവിടെ അതാ ചെയ്തത്. അതിന് വിരുദ്ധമായിട്ട് ഭിന്നത പറഞ്ഞ് കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കട്ടെ. അവർ നമ്മളെ തല്ലാൻ വരുന്നു, നമ്മൾ വടിയും കൊട്ടുകൂടിയായിട്ട് കാത്തു നിൽക്കണം എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ യാദൃശ്യ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പം, എറണാകുളം നഗരത്തിൽ കൂടെ നമ്മൾ നടന്നാൽ സെറ്റ് സാരിയും പാവാടയും ഒക്കെ ഉടുത്ത പെൺകുട്ടികളെ ഇഷ്ടം പോലെ കാണാൻ, ഇഷ്ടം പോലെ എവിടെ ചെന്നാലും, ബസ്സിലും ട്രെയിനിലൊക്കെ കാണാം, മെട്രോയിലൊക്കെ കാണാം. ഇത് സാധാരണ പണ്ട് ഹൈന്ദവർ ഉപയോഗിച്ചിരുന്ന സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രമാണ്. ഇന്നത് കേരളത്തിൽ ഉപയോഗിക്കുന്നു. നാളെ ഇത് ഏതെങ്കിലും RSSകാരൻ പറയുക എല്ലാ ഹൈന്ദവ സ്ത്രീകളും വിശേഷ ദിവസങ്ങളിൽ സെറ്റ് എടുത്തുകൊണ്ടേ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ എന്ന് RSSകാരൻ പറഞ്ഞാൽ ഈ സാമാന്യവൽക്കരണം അവിടെ നിൽക്കുക. കാരണം ഇത് മതപരമായി ചെയ്യുന്നതല്ല, പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വഭാവം എന്നുള്ള നിലയിൽ ചെയ്യുന്ന. ഹിജാബും അങ്ങനെ ആയിരുന്നു, ആരും എതിർക്കുകയല്ലായിരുന്നു. ഈ മറ്റു പെൺകുട്ടികളൊക്കെ ഹിജാബ് ധരിച്ചാൽ ഇത് ഹിജാബിനോടൊരു റിപ്പൾഷൻ നമുക്ക് തോന്നാനുള്ള കാരണം തന്നെ. പണ്ട് സ്കാർഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അത് ഹിജാബുമായിട്ട് വ്യത്യാസമുണ്ടോ? രൂപത്തിൽ ഏതാണ്ട് ഒരാണ് ആ രൂപത്തിലാണ്. വേറൊരു തരത്തിൽ SDP-കാരനും BDP-കാരനും ഒക്കെ ഇത് കൊണ്ടുവന്നു. ഞങ്ങളുടെ ഇതാണ്, അത് ഞങ്ങളുടെ അവകാശമാണ്. അതുണ്ടോ? ഗൾഫിലുണ്ടോ? അത് സൗദി അറേബ്യ പോലും ഇല്ല. എന്നിട്ട് ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കാം. ആ വിഷയം നോക്കി വെച്ചാൽ നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്.
ഇപ്പോൾ കേരളത്തിലെ ഒരു പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയക്കാരൻ്റെ വില ഭയങ്കരമായി തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് രാഷ്ട്രീയക്കാരനോട് ഒരു വലിയ പ്രതിപത്തി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണ് നമ്മുടേത്. ഇന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് ഓരോ രാഷ്ട്രീയ നേതാവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുവ സമൂഹം യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിനോടൊക്കെ വിമുഖത കാണിക്കുന്നതിന് ഇതൊക്കെ ഒരു കാരണമായി തീരില്ല. തിരിച്ച് ഒരു ചോദ്യം. കഴിഞ്ഞ 10 വർഷമായിട്ട് 2 പേരുടെ സാരിത്തുമ്പേലാണ് കേരള രാഷ്ട്രീയം കറങ്ങിയത്. ഒന്ന് സരിത, ഒന്ന് സ്വപ്ന. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താരാ? മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് ഇല്ലേ? തീർച്ചയായും. മെയിനായിട്ട് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുണ്ട്. അതിന് തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് KSU SFI. അവരത് ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്കത് ചെയ്യാൻ പറ്റില്ല. ഈ അപകടങ്ങൾ വരുന്ന മുൻകൂട്ടി കാണാൻ അതിനെതിരായി പ്രചരണം നടത്തേണ്ട, അല്ലെങ്കിൽ 10 കോളേജുകളിൽ 10 ക്ലാസ്സുകളിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു 10 പേർക്കെങ്കിലും നമ്മൾ പറയുന്നത് മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാവും. എതിർക്കാൻ വിദ്യാർത്ഥികൾ പണ്ട് പട്ടിണി സമരങ്ങൾ നടത്താൻ പിള്ളേരല്ല EMS അരി എവിടെ തുണി എവിടെയെന്ന് ചോദിച്ച് സമരം ചെയ്ത് KSU അല്ലേ? ഭരണ സമരം നടത്തിയ KSU അല്ലേ? വിദ്യാർത്ഥികളല്ലേ? ഇന്ന് അത്തരം സമരങ്ങളില്ലെന്നേ. അത് സാമൂഹ്യ അവസ്ഥയിലുണ്ടായ മാറ്റം കൂടി അതിനൊരു സാമൂഹ്യ അവസ്ഥയെ മാറ്റം വരുത്തിയതാര്? സാമൂഹിക അവസ്ഥയെ മാറ്റം വരുത്തി കൊടുത്ത സാംസ്കാരിക നയന്മാരാ. അത് ക്രമത്തിൽ പുറകോട്ട് പോയി. MD വാസുദേവൻ നായർ ഫ്യൂഡൽ കുടുംബങ്ങളെക്കുറിച്ച് എഴുതി കഴിഞ്ഞപ്പം അതൊരു പാരമ്പര്യമായിട്ട് മാറുകയാണ്. മറ്റേ തകഴിയും കേശവദേവും ഒക്കെ കുട്ടനാട്ടത്തിലുള്ളവരെ പറ്റി എഴുതിയപ്പോൾ അതൊരു പാരമ്പര്യമായി കുറേശ്ശെ മാറുകയത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഇവരൊത്തിരി കാര്യങ്ങൾ പറയും. ശ്രീനാരായണ ഗുരുവിനൊക്കെ ഇപ്പം പറഞ്ഞു തുടങ്ങി. പറയാത്തൊരു പേരുണ്ട്, സാംബശിവൻ. കേട്ടിട്ടുണ്ടല്ലോ? പിന്നെ സാംബശിവനാണ് ഇവിടുത്തെ പള്ളിമുറ്റത്തും അമ്പലപ്പറമ്പിലും എല്ലാം സാധാരണക്കാരെടുത്ത് റഷ്യയിലെ ചരിത്രവും ചൈനയുടെ ചരിത്രവും ഒക്കെ ബംഗാളിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് എത്തിച്ച സാംബശിവൻ. സാഹിത്യം യഥാർത്ഥത്തിൽ കഥാപ്രസംഗ രൂപത്തിൽ ഈ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് അല്ല, സാംബശിവൻ അവതരിപ്പിച്ച വിഷയങ്ങൾ എന്തായിരുന്നു? പട്ടിണി 1000 മാനിഫെസ്റ്റോകൾ വലിയ സംഭവങ്ങൾ അവതരിപ്പിച്ചു. അപ്പൊ ആ സാംബശിവൻ എന്ത് അംഗീകാരം ഇവർ കൊടുക്കുന്നു? സാംബശിവന്റെ ഐഷ എന്നുള്ള ഒറ്റ കഥാപ്രസംഗം മതി 20-ാം നൂറ്റാണ്ട്. അതുപോലെ തന്നെ യന്ത്രം എന്നുള്ള മലയാറ്റൂർ രാമകൃഷ്ണന്റെ ബ്യൂറോക്രസി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ യന്ത്രം എന്നുള്ള കഥ മാത്രം വായിച്ചാൽ മതി. സാംബശിവൻ നേരെ പോയി ജനങ്ങളോട് പറയില്ലേ? അതെ, മലയാറ്റൂർ രാമകൃഷ്ണൻ പോയി വായിക്കണം. ആളുകൾ വായിക്കുന്ന ഒന്ന് കുറവുണ്ടായിരുന്ന ഒരു കാലത്താണ്. ഇവർ ഉത്സവപ്പറമ്പിലേക്ക് ഒക്കെ ആയിട്ട് പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ഉൾപ്പെടെ അങ്ങ് വരികയാണ്. എല്ലാവരും കേൾക്കുകയാണ്. അതെ, അറിവ് കോമൺ ആകുകയാണ്. അതെ, എലൈറ്റിന്റെ അടുത്തേക്കല്ല പോകുന്നത്. പുസ്തകം വായിച്ച് വായനശാലയിൽ പോകുന്നവരല്ല പറയുന്നത്. സാംബശിവൻ വന്ന കഥ പറയുമ്പോൾ 100 പുസ്തകം വായിക്കുന്ന എഫക്റ്റ് ആണ്. ഇപ്പൊ സാംബശിവനാണ് യഥാർത്ഥത്തിൽ മലയാളി ഒഥല്ലോ ഒക്കെ പഠിപ്പിച്ചത്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ വിപ്ലവത്തിന്റെ ആ ബീജം എന്ന് പറയുന്ന സാംബശിവനാണ്. KPSC കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിപ്ലവ ബോധവും സാമൂഹ്യ ബോധവും ഒക്കെ വളർത്തിയെടുത്ത് KPSC സാംബശിവനാണ്. പക്ഷെ സാംബശിവൻ ചരിത്രത്തിൽ സമ്മതിക്കും. ഇവർ EMS എഴുതി കൊടുക്കുമല്ല. EMS സാംബശിവനെ അംഗീകരിച്ചിരുന്നെങ്കിൽ സാംബശിവനാണ് ഏറ്റവും വലിയ ദാമോദരനേക്കാൾ വലിയ ഇടതുപക്ഷ പ്രചാരകൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സഖാക്കളും അംഗീകരിച്ചേന്. ഇതിങ്ങനെ മോളിൽ നിന്ന് വരുന്ന ആരെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നോ ഇവനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ. ഇനി ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരിപ്പോൾ ചെഗുവേരയെക്കുറിച്ച് പറയുന്നുണ്ട്, ഹോച്ചുമിനെ കുറിച്ച് പറയുന്നുണ്ട്, ജനറൽ ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര പേർക്കറിയാം? ആ വിഷയം നമുക്ക് അടുത്ത ഏതെങ്കിലും സെഷനിൽ സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.